ചില ആളുകൾ ശബ്ദമില്ലാതെ സംസാരിക്കും, പക്ഷേ അവരുടെ മൗനം പോലും ഭാരമുള്ളതായിരിക്കും. ഒരാളുടെ സംസാരത്തിലും ചലനങ്ങളിലും ചെറിയ തീരുമാനങ്ങളിലും പോലും ഒരു ജനറേഷന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. 1990കളിൽ വളർന്നവരിൽ അത് വളരെ വ്യക്തമായി കാണാം. അവർ കുറച്ച് സംസാരിക്കും, പക്ഷേ വ്യക്തതയോടെ മാത്രം. വേഗത്തിൽ പ്രതികരിക്കില്ല, പക്ഷേ ആലോചിച്ച ശേഷം മാത്രം. ഇത് പേഴ്സണാലിറ്റി അല്ല, ഇത് അപ്ബ്രിംഗിംഗ് സൈക്കോളജിയാണ്. 1990കളിൽ വളർന്ന തലമുറ രണ്ട് ലോകങ്ങൾക്ക് ഇടയിലാണ് വളർന്നത്. അവരിൽ വിസ്ഡം പോലെ തോന്നുന്ന ശാന്തതയും അതേ വിസ്ഡം പോലെ തന്നെ അനുഭവപ്പെടുന്ന മെച്യൂരിറ്റിയും കാണാം. കാരണം അവർ വളർന്നത് ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്യപ്പെടാൻ പറ്റാത്ത അവസാന ചൈൽഡ്ഹുഡ് ബാല്യകാലത്താണ്. അവർ ഒരു ബ്രിഡ്ജ് ജനറേഷനാണ് എന്ന് പറയാം. സ്മാർട്ട് ഫോണിന് മുൻപുള്ള ജീവിതം എപ്പോഴും ഓർക്കുന്നവർ, അതേസമയം ഡിജിറ്റൽ ലോകത്തോട് പൂർണ്ണമായി അഡാപ്റ്റ് ചെയ്തവരുമാണ്. അപ്ബ്രിംഗിംഗ് സൈക്കോളജി പറയുന്നത് ഇത് വെറും എക്സ്പീരിയൻസ് മാത്രമല്ല, ടൈമിംഗ് ഒരാളുടെ മൈൻഡിനെ എങ്ങനെ ഷേപ്പ് എന്നതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ ആയിട്ടാണ്. 1990കളിൽ വളർന്നവർ വെയിറ്റിംഗിനെ സാധാരണമായ ഒന്നായി കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിരുന്നില്ല, റിവാർഡ് ഉടൻ കിട്ടിയിരുന്നുമില്ല. അവരെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കുന്നതും അതാണ്. ടെക്നോളജി, സാങ്കേതികവിദ്യ ഇല്ലാതെ സ്വതന്ത്രമായി ജീവിച്ച ഒരു ഗോൾഡൻ ഏജ് അങ്ങനെ വിശേഷിപ്പിക്കാം. പോസ്റ്റ് ചെയ്യാനോ ക്യാപ്ചർ ചെയ്യാനോ കഴിയാത്ത കാർട്ടൂണുകൾ. നിങ്ങളുടെ ഫേവറേറ്റ് ഷോ മിസ് ആയാൽ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം. ഇതാണ് പ്രസന്റ് സെൻസ് അവരിൽ രൂപപ്പെടുത്തിയത്. ആ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്യാനോ റീപ്ലേ ഷെയർ ചെയ്യാനാകാത്തതിനാൽ അവർ അതിൽ പൂർണ്ണമായി പ്രസന്റ് ആയിരുന്നു. അവരുടെ ബാല്യകാലം അനലോക്കായിരുന്നു, എന്നാൽ ടീനേജ് ഡിജിറ്റലായി മാറുകയും ചെയ്തു. ഓൺലൈൻ ആകാൻ ഫോൺ വേണോ ഇന്റർനെറ്റ് വേണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്ന കാലം. സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ആക്ച്വൽ പ്ലാനിംഗ് ആവശ്യമായിരുന്നു. ബോർഡം എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് തീർക്കാനുള്ള ഒന്നായിരുന്നില്ല, അത് ഇമാജിനേഷൻ ഉപയോഗിച്ച് പരിഹരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇതാണ് ടെക്നോളജിയുമായുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ വ്യത്യസ്തമായി ഷേപ്പിൽ രൂപപ്പെടുത്തിയെടുത്തു. അവർ ടെക്നോളജി ഉപയോഗിക്കുന്നു, പക്ഷേ അതിൽ കൺസ്യൂം ചെയ്യുന്നില്ല. സിനിമകൾ വീഡിയോ സ്റ്റോറിൽ വരാൻ അവർ ആഴ്ചകളോളം കാത്തിരുന്നു. ഒരു കോമ്പാക്ട് ഡിസ്ക് CD വാങ്ങാൻ മാസങ്ങളോളം പണം സേവ് ചെയ്തു. നല്ല കാര്യങ്ങൾക്ക് സമയം വേണമെന്നും ആന്റിസിപ്പേഷൻ തന്നെയാണ് റിവാർഡ് സ്വീറ്റ് ആക്കുന്നതെന്നും അവർ പഠിച്ചു. ഈ പാഷൻസ് തന്നെയാണ് ഇന്ന് അവരുടെ ലക്ഷ്യങ്ങളും റിലേഷൻഷിപ്പ്, ലൈഫ് ഡിസിഷൻസ് എന്നിവ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ കാണുന്നത്. ലോകം മാറുന്നതിനു മുൻപും മാറിയ ശേഷവും അവർ ജീവിച്ചു. പ്രൈവസി സാധാരണമായിരുന്ന കാലവും ഷെയറിംഗ് എക്സ്പെക്റ്റ് ആയി തുടർന്ന ഇക്കാലവും രണ്ടും മനസ്സിലാക്കിയ അവസാന തലമുറ. അതുകൊണ്ടാണ് അവർ സൈലൻസിനെ ഭയപ്പെടാത്തത്. അതേസമയം ഡിജിറ്റൽ കൺവേഴ്സേഷനിൽ അവർ പിന്നിലല്ല. റിയൽ കണക്ഷൻ അവർക്കാവശ്യമാണ്, എന്നാൽ വെർച്വൽ കണക്ഷൻ അവർക്ക് അജ്ഞാതവുമല്ല. 1990കളിലെ തലമുറ ഇന്ന് ഇല്ലാത്ത ചെറിയ ഡെയിലി ചാലഞ്ചസ് വഴിയാണ് റെസിലിയൻസ് പഠിച്ചത്. DJ ശബ്ദമില്ലാതെ റേഡിയോയിൽ നിന്ന് പാട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഫിസിക്കൽ മാപ്പ് ഉപയോഗിച്ച് വഴി കണ്ടെത്തിയതും ഗൂഗിൾ ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചതും. ഈ ചെറിയ സ്ട്രഗിൾസ് തന്നെയാണ് മെന്റൽ ടോഗ്നെസ്സും റിസോഴ്സ്ഫുൾനെസ്സും അവരിൽ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് 1990കളിൽ വളർന്നവരോട് സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നത്. അവർ പ്രസന്റ് ആണ്, പക്ഷേ ഡിസ്ക്റ്റഡ് അല്ല. അവർ ടെക്സ്റ്റാബിൾ ആണ്, പക്ഷേ അഡിക്റ്റഡ് അല്ല. അവർ എക്സ്ട്രീമിൽ ജീവിക്കുന്നില്ല, പിന്നോട്ടു പോകാൻ അവർ ശ്രമിക്കുന്നില്ല, മുന്നോട്ട് ഓടാനും അവർ നിർബന്ധിക്കുന്നില്ല. അവർ ബാലൻസിലാണ്. അതുകൊണ്ടാണ് അവരോട് സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നത്. അവർ പ്രസന്റ് ആണ്, പക്ഷേ റെസ്റ്റ്ലെസ് അല്ല. അവെയർ ആണ്, പക്ഷേ ഓവർവെൽമേഡ് അല്ല. 1990കളിൽ വളർന്നവർ ഒരു പഴയകാലത്തിന്റെ അവശിഷ്ടമല്ല. അവർ ചേഞ്ചിനൊപ്പം മനസ്സ് അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ച തലമുറയാണ്. ഇത് നൊസ്റ്റാൾജിയ അല്ല, ഇത് സൈക്കോളജിയാണ്. ഇത് നിങ്ങൾക്ക് കണക്ട് ആയെങ്കിൽ ഇനിയും ഇത്തരം ചിന്തകളും മനഃശാസ്ത്രവും അറിയാൻ ഈ ചാനലോടൊപ്പം കൂടിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.